അഊദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആൻ പറയുന്ന മനോഹരമായ ഉപമകളിലൂടെ നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ നിരീക്ഷണത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന ധാരാളം ഉപമകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ തന്നെ കണ്ടുപിടുത്തങ്ങളെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിയമങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച അവൻ്റെ നിയമങ്ങളെ നിഷേധിക്കുകയും എന്നിട്ട് സ്വന്തമായി കുറേ തത്വങ്ങളും ആശയങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് ആ ആശയത്തിൻ്റെ മേൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച്, അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ആശയങ്ങൾ അതൊരു ചിലന്തി വല പോലെയാണ്, അത് വെറും ഒരു നീർക്കുമിള പോലെയാണ് എന്നതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പല ഉദാഹരണങ്ങളിലൂടെയും ഇടയ്ക്കിടയ്ക്ക് ഇത്തരം മനുഷ്യരെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ചില ഉപമകളിലൂടെ പരിഹസിക്കുകയും അവരുടെ ആശയങ്ങൾ എത്രമാത്രം ദുർബലമാണെന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അൻകബൂത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ചിലന്തിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചിലന്തി അതിസാഹസികമായിട്ടാണ് അത് വീടുണ്ടാക്കുന്നതെന്നും കൃത്യമായ അളവിൽ നല്ല ഹാർഡ് വർക്കോടുകൂടി നല്ല കോൺസെൻട്രേഷനോടുകൂടിയാണ് അത് വീടുണ്ടാക്കുന്നതെങ്കിലും ഒരു ചെറിയൊരു നൂല് മെല്ലെ പിടിച്ച് വലിക്കുമ്പോഴേക്കും ഇല്ലാതായി പോകുന്ന ഒരു കെട്ട് നൂലായിട്ട് മാത്രം അവശേഷിക്കുന്ന അത്രമാത്രം ദുർബലമായ വീടാണ് ചിലന്തിയുടെ വീട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത്തരക്കാരുടെ വാദങ്ങൾ എത്രമാത്രം പൊള്ളയാണെന്ന് പറയാനാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പഠിച്ചത് അത് തന്നെയാണ്. നമ്മൾക്ക് കാണുമ്പോൾ വളരെ മനോഹരമെന്ന് തോന്നുന്ന വലിയ കുമിളകളായ, കാണുമ്പോൾ കണ്ണിന് വളരെ കുളിർമ നൽകുന്ന, ഭയങ്കരമായ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഈ കുമിളകളൊക്കെയും തൊടുമ്പോഴേക്കും ഇല്ലാതാകുന്ന ദുർബലമായ കുമിളകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സത്യമല്ലാത്തതൊക്കെയും, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സത്യമല്ലാത്തതൊക്കെയും നശിക്കാനുള്ളതാണ് എന്നും അതിന് താഴെയുള്ള വെള്ളമാണ്, അതിന് ലോഹത്തിനടിയിലുള്ള സ്വർണ്ണമാണ്, നമ്മൾ ഉരുക്കിയെടുക്കുന്ന സ്വർണ്ണമാണ് സത്യമായിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതേ ആശയം ഉൾക്കൊള്ളുന്ന വേറൊരായത്ത് കൂടി വിശുദ്ധ ഖുർആനിലുണ്ട്. അത് സൂറത്ത് ഇബ്രാഹിമിലെ 18-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നു, മസലൽ ലസീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കമറമാദിൻ ഇഷ്തദ്ദത് ബിഹി റീഹു ഫി യൗമിൻ ആസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. തീർച്ചയായിട്ടും റബ്ബിനെ ധിക്കരിച്ചവരുടെ പ്രവർത്തനങ്ങളുടെ ഉദാഹരണം ഇപ്രകാരമാകുന്നു. അവർ ഒരു പ്രളയനാളിലെ കൊടുങ്കാറ്റിൽപ്പെട്ട ചാരം പോലെയാകുന്നു. അവരുടെ കർമ്മങ്ങൾ അവർക്ക് ഒട്ടും ഉപകാരപ്പെടുകയില്ല. ഇത് തന്നെയാകുന്നു വിദൂരമായ വഴിതെറ്റൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ, ഇത്തരം ആളുകളുടെ ഉപമകളെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവരുടെ ഉപമ, മസലുഹും എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഉപമ. മസലുൽ ലസീന കഫറു, സത്യനിഷേധികളുടെ ഉപമ. ഇങ്ങനെ സ്വന്തം വാദങ്ങൾ കെട്ടിച്ചമക്കുകയും അതിൽ ഭ്രമിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഉപമ. കഫറു ബി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചിരിക്കുന്നു. അത്തരം ആളുകളുടെ ഉപമ അത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ കറമാദിൻ, അത് ചാരം പോലെയാകുന്നു. ഇഷ്തദ്ദത് ബിഹി റീഹു, അതെന്ത് ചെയ്തു? ഒരു വലിയ കാറ്റ്, കൊടുങ്കാറ്റ് അതിനെ ബാധിച്ചപ്പോൾ, ഫിയോമിൻ ആസിഫിൻ, ഒരു കൊടുങ്കാറ്റുള്ള ദിവസം ആ കാറ്റ് അതിനെ ശക്തമായിട്ട് ബാധിച്ചു. ഇഷ്ദദ്ദ എന്ന് പറഞ്ഞാൽ ബാധിക്കുക, ബിഹിറിയഹ്, അതിനെ കാറ്റ് ബാധിച്ചു. ഏത് സമയം? ഫിയോമിൻ ആസിഫിൻ, കൊടുങ്കാറ്റുള്ള ഒരു ദിവസത്തെ കാറ്റ് അതിനെ ശക്തമായി ബാധിച്ചു എന്ന് പറഞ്ഞാൽ ചാരം, കുമിഞ്ഞു കിടക്കുന്ന ചാരം പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും. ഒരു വലിയ കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ അതെന്ത് ചെയ്യും? ആ ചാരം പറന്ന് ആകാശത്തേക്ക് പറന്നു പോകും. കാറ്റതിനെ എവിടേക്കോ കൊണ്ടുപോകും. അതുപോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ലാ യഖ്ദിറൂന മിമ്മാ കസബു, തീർച്ചയായിട്ടും ഇവർ സമ്പാദിച്ചതൊന്നും അവർക്ക് കാണുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. അലാ ഷൈഇൻ, ഒന്നും തന്നെ. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്, ഇത് തീർച്ചയായിട്ടും വിദൂരമായിട്ടുള്ള വഴികേടാണ്. വലാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വഴികേട്. ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂരമായ വഴികേടാണ്. കസബു എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ് സമ്പാദിക്കുക. ലാ യഖ്ദിറൂന എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കുകയില്ല. മിമാ കസബു അലാ ഷൈഇൻ,
അവർ ഈ പണിഞ്ഞ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളെ ഒന്നും അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആസിഫ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മനുഷ്യരുടെ കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി, പഠിച്ചു, വിവരം അന്വേഷിച്ചു, മനസ്സിലാക്കി, അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കുറേ തിയറികളുണ്ടാക്കി അതിലേക്ക് ആളുകളെ ക്ഷണിച്ചു. അത് ഘോരം ഘോരം പ്രസംഗിക്കുകയും ആളിലേക്ക് അത് ക്ഷണിക്കുകയും അതിനെക്കുറിച്ച് പുസ്തകം എഴുതുകയും ചെയ്തു. എന്നിട്ടോ വിശുദ്ധ ഖുർആനെയും പ്രവാചകന്റെ സുന്നത്തിനെയും പാടെ നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തു. എന്നാലോ അവരുടെ കർമ്മങ്ങൾ ഏതുപോലെയാണെന്ന് വെച്ചാൽ ഒരിടത്ത് കൂട്ടിവെച്ച ചാരം പോലെയാകുന്നു. ചാരം എന്ന് പറഞ്ഞാൽ വെണ്ണീരിനെ പോലെയാകുന്നു. ചില സാധനങ്ങൾ കത്തിയാൽ അതിന് ശേഷം അവശേഷിക്കുന്നതാണ് വെണ്ണീര്, അല്ലേ? എന്നിട്ട് അള്ളാഹ് പറയാണ്, ആ വെണ്ണീരിനെ കാറ്റ് പറത്തിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും ഉണ്ടാവുക? പിന്നെ അവിടെ നമുക്ക് നോക്കിയാൽ കാണും. വെണ്ണീർ എവിടെയാണെന്ന് നോക്കിയാൽ കാണില്ല. കാരണം അതിങ്ങനെ ആകാശത്തിൽ ലയിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ലയിച്ചിട്ടുണ്ടാകും. എവിടെയാണെന്ന് നമുക്ക് കാണാൻ പോലും സാധിക്കാത്തത്ര അത് കാറ്റ് കൊണ്ടുപോയിട്ടുണ്ടാകും. പിന്നെ എവിടെയാണ് ചാരം എന്ന് ചോദിച്ചാൽ ഒന്നുണ്ടാവില്ല. കാരണം ചാരം പോയി, അത് നിന്ന ഇടം ശൂന്യമാവുകയും ചെയ്തു, ഒന്നുമില്ലാത്തതുപോലെ ആവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരൊക്കെയും വലുതെന്ന് പറഞ്ഞ അഹങ്കാരം നടിച്ചുകൊണ്ടുണ്ടാക്കുന്ന തിയറികളൊന്നും ഇവർക്ക് അവസാനകാലം ഫലപ്രദമാവുകയില്ല. അതിനുശേഷം നിങ്ങളതിന് മുൻപും ശേഷമുള്ള ആയത്തുകളൊക്കെ ഒന്ന് വായിക്കണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കൂട്ടർ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യരെ കൊണ്ടുവരുമ്പോഴേ ഈ മനുഷ്യരെ വഴിതെറ്റിപ്പിച്ചതിൻ്റെ ഇവരുടെ നേതാക്കളുണ്ടാവുമല്ലോ, ഈ തിയറികളൊക്കെ ഉണ്ടാക്കിയ, ഈ ആശയങ്ങളൊക്കെ ഉണ്ടാക്കിയ, ഇത്തരം ആശയങ്ങളിലേക്ക് പല ആശയങ്ങളിലേക്കും മനുഷ്യരെ ക്ഷണിച്ച ആളുകൾ. അപ്പോൾ ഈ അനുയായികൾ പറയാത്രേ നേതാക്കന്മാരോട്, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്ത്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്ത്. നിങ്ങൾ ഞങ്ങളുടെ നേതാക്കളായിരുന്നല്ലോ, നിങ്ങൾക്ക് വലിയ ആൾക്കൂട്ടങ്ങളുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, പവറുണ്ടായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു കേൾക്കാൻ, നിങ്ങളനുസരിക്കാൻ, നിങ്ങളുടെ മേൽ കുമ്പിട്ട് നിൽക്കാൻ പവറുള്ള ഒരുപാട് ശക്തി ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നില്ലേ? ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളായിരുന്നല്ലോ എല്ലാം. നിങ്ങളൊന്ന് ഇന്ന് ഞങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ആ മനുഷ്യർ പറയാത്രേ, ഞങ്ങൾക്ക് അള്ളാഹു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരുമായിരുന്നു. എന്ത് ചെയ്യാനാണ്? ഇന്ന് ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല, ഇന്നിപ്പോൾ വിലപിച്ചിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ആ മനുഷ്യർ തൻ്റെ അനുയായികളോട് പറയും അത്രേ. എന്നിട്ട് പറയും, തീർച്ചയായിട്ടും ഇതാകുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് തന്നെ ഒരു വഴിയും കാണുന്നില്ല, എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഇഹലോകത്ത് നമുക്കറിയാമല്ലേ, നമ്മുടെ ചുറ്റും നോക്ക്, ഇസ്ലാമല്ലാത്ത ഒരുപാട് വാദങ്ങളും ആശയങ്ങളും നമുക്ക് കാണാൻ സാധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കാണുമ്പോഴൊക്കെ മനോഹരമാണല്ലോ എന്ന് നമുക്ക് തോന്നും, ഓ അടിപൊളിയാണല്ലോ എന്ന് തോന്നും, അല്ലേ? ചില ആശയങ്ങളിലേക്ക് നമ്മളിങ്ങനെ അറിയാതെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. അതിൽ നമ്മളിങ്ങനെ ഭയങ്കരമായി ആകർഷിക്കപ്പെടും. പക്ഷെ അള്ളാഹു പറയുന്നത്, അവർ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് ഇഹലോകത്തോ നാളെ പരലോകത്തോ ഉപയോഗപ്പെടുകയില്ല, ഉപകാരപ്പെടുകയില്ല എന്ന്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ലോകമറിയപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയ വലിയ ഖജനാവുകളുള്ള വലിയൊരു സാമ്രാജ്യത്വത്തിൻ്റെ അധിപനാണ് അദ്ദേഹം. ആ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് തൻ്റെ അനുയായികളെ അടുക്കലേക്ക് വിളിച്ച് തനിക്ക് അവസാനമായിട്ടുള്ള തൻ്റെ ആഗ്രഹം അറിയിച്ചത്രേ. അവർ ചോദിച്ചു, എന്താണ് താങ്കളുടെ ആഗ്രഹം? കാരണം അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, സ്വർണവും രത്നങ്ങളും വെച്ചുകൊണ്ടുള്ള പല്ലക്കാണോ ആവശ്യം? അത്തരത്തിലുള്ള ശവകുടീരമാണോ ആവശ്യം? കാരണം എന്തും ആഗ്രഹിച്ചാൽ എന്തും നേടുവാൻ സാധിക്കുന്നത്ര വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് അദ്ദേഹം, ചക്രവർത്തിയാണ്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു പോലും, വേണ്ട, എനിക്കതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എൻ്റെ ശവമഞ്ചത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട്, എൻ്റെ കൈകളുള്ള രണ്ട് വശങ്ങളുമായിട്ട് 2 ഹോൾസ് ഉണ്ടാക്കണം, 2 ദ്വാരമുണ്ടാക്കണം. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ എൻ്റെ കൈകൾ നിങ്ങൾ പുറത്തേക്കിടണം. ശവമഞ്ചത്തിൽ ഞാൻ കിടന്ന് നിങ്ങളെന്നെ കൊണ്ടുപോകുമല്ലോ ശവമഞ്ചത്തിലാക്കിയിട്ട്, ആ സമയത്ത് എൻ്റെ കൈകൾ പുറത്തേക്കിടണം. എന്തിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ വലിയ ഒരുപാട് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ എൻ്റെ അധീനതയിലായിട്ടുണ്ട്. പക്ഷേ മരിച്ച സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി വെറും കൈയോടുകൂടിയാണ് യാത്രയാകുന്നതെന്ന് ലോകമറിയട്ടെ എന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
നിങ്ങൾ എന്തൊക്കെ ഈ ഭൂമി ലോകത്ത് വെട്ടിപ്പിടിച്ചാലും ശരി, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങളൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് സത്യവിശ്വാസികളോട് പറയുന്നത്, നിങ്ങളുടെ അമലുകൾ തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്കുണ്ടാകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോ മനുഷ്യനും മരണപ്പെട്ടാൽ അവന് ബാക്കിയാവുക, അവശേഷിക്കുക അവൻ്റെ സ്വർണമോ അവൻ ഉണ്ടാക്കി വെച്ച വലിയ കൊട്ടാരങ്ങളോ അവൻ്റെ ആർഭാടങ്ങളായ കാറുകളോ ഒന്നുമായിരിക്കില്ല, അവരുടെ അനുയായികളോ സേനാനായകരോ ഒന്നുമായിരിക്കില്ല. മറിച്ച് ആ മനുഷ്യരെ 3 കാര്യങ്ങളാണ് പിന്തുടരുക. ഒന്ന്, അവൻ്റെ സാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് അവൻ്റെ അമലിൻ സാലിഹ, അവൻ്റെ സൽക്കർമ്മങ്ങളാണ് അവന് ഉപകാരപ്പെടുക. മൂന്നാമത് അവൻ്റെ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ അവൻ ഈ ഇഹലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത അമലുകളുണ്ടാകും, സ്വതക്കകളുണ്ടാകും. അതിങ്ങനെ അവൻ മരിച്ചു പോയാലും അതിൻ്റെ പ്രതിഫലം അവനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന സ്വതക്കകളുണ്ടാവും. അതും തീർച്ചയായിട്ടും അവന് ബാക്കിയാകും. എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളൊഴികെ ബാക്കിയൊന്നും അവന് ഉപകാരപ്പെടുകയില്ല, അവന് ബാക്കിയാവുകയില്ല. എല്ലാം ഈ ഭൂമിയിൽ വെച്ചതിന് ശേഷമാണ് അവൻ പോവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് മനുഷ്യനുള്ള മുന്നറിയിപ്പാണ്, നമ്മളെല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ്. നമ്മുടെ മുമ്പിൽ എന്തൊക്കെ വലിയ കെട്ടുമട്ടുകളോടുകൂടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും ശരി, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ടുള്ള ജീവിതം, പ്രവാചകൻ സുന്നത്തനുസരിച്ചിട്ടുള്ള ജീവിതം, അതുമാത്രമാണ് നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നമുക്ക് ബാക്കിയായി ഉണ്ടാവുക എന്നതാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. ബാക്കിയെല്ലാം ചാരം പോലെ, വെറും ചാരങ്ങളായിട്ട്, കാറ്റിലെങ്ങനെയാണോ ചാരം എങ്ങനെയാണോ കാറ്റിനെ ദൂരേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ അവരുടെ അമലുകളെ കൊണ്ടുപോകുമെന്ന് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഒരു ചരിത്ര പശ്ചാത്തലം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലെ അതിമനോഹരമായ ഒരു ചരിത്രം. യർമൂക്ക് യുദ്ധത്തിൻ്റെ അവസരത്തിലാണ്. യർമൂക്ക് യുദ്ധം നടന്നു കഴിഞ്ഞിരിക്കുന്നു. രണാങ്കണത്തിൽ മുറിവ് പറ്റിയ ധാരാളം സ്വഹാബികൾ കിടക്കുന്നുണ്ട്. രക്തസാക്ഷികളായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സഹാബാക്കൾ. ആ സമയത്താണ് 3 സഹാബാക്കളെക്കുറിച്ച് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹാരിസ് ബിൻ ഹിഷാമിനെ കുറിച്ചും ഇക്രിമത്ത് ബിൻ അബി റബാഇനെ കുറിച്ചും റബീഅയെക്കുറിച്ചും അയ്യാഷ് ബിനു അബീ ജഹലിനെ കുറിച്ചുമുള്ള ഒരു ചരിത്രം. ഈ 3 പേരും യർമൂക്കിൻ്റെ രണാങ്കണത്തിൽ രക്തസാക്ഷികളാകുവാൻ വേണ്ടി മാരകമായ മുറിവുകളേറ്റ് കിടക്കുകയാണ്. ആ സമയത്താണ് അവർക്ക് മാരകമായ മുറിവേറ്റിട്ടുണ്ട്, വേദന കൊണ്ട് അവർക്ക് ഇങ്ങനെ പൊളയുന്നുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ കുറച്ച് വെള്ളവുമായിട്ട് ഹാരിസ് ബിൻ ഹിഷാമിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതാ താങ്കൾക്ക് കുറച്ച് വെള്ളം, താങ്കൾ ഇത് കുടിച്ചുകൊള്ളൂ. അപ്പോഴാണ് അദ്ദേഹം ഇക്രിമത്ത് ബിൻ അബി റബീഅനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, ഇത് താങ്കൾ ഇക്രിമക്ക് നൽകും. അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു, ഇക്രിമയുടെ അടുക്കലേക്ക് എത്തി. ഇക്രിമയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തൊട്ടപ്പുറത്ത് നിന്നും വേദന കൊണ്ടിങ്ങനെ മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്ന അയ്യാഷ് ബിനു അബീ ജഹലിനെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, താങ്കൾ ഈ വെള്ളം അയ്യാഷിന് കൊടുക്കൂ. അങ്ങനെ അയ്യാഷ് ബിനു അബീ ജഹലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വേഗം തിരിച്ച് ഇക്രിമയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഹാരിസിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹാരിസും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിരിക്കുന്നു എന്ന്. അഥവാ തങ്ങൾക്ക് ഏറ്റവും വെള്ളം ആവശ്യമുള്ളൊരു സമയത്ത് സ്വന്തം സഹോദരനെ പരിഗണിക്കാൻ മാത്രം വിശാലമായ ഹൃദയം നൽകുന്നു എന്നതുകൂടിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വലിയ പ്രത്യേകത. ഈ പ്രത്യേകതയുടെ ചരിത്രങ്ങൾ, ഇത്തരം അനവധി ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ കൂടി ഇതിലേക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില മനുഷ്യരുടെ കർമ്മങ്ങളുണ്ടല്ലോ, അത് വെറും ചാരം പോലെയാണ്. ഒരു കാറ്റ് വരുമ്പോഴേക്കും, ഒരു കൊടുങ്കാറ്റ് ബാധിക്കുന്ന സമയത്ത് കാറ്റെങ്ങനെയാണോ ചാരത്തെ കൊണ്ടുപോകുന്നത്, അതുപോലെ അവരുടെ കർമ്മങ്ങളൊക്കെയും നിഷ്ഫലമായി പോവും, ഒന്നുമില്ലാതായി പോവും. അവർക്കത് ഒരു തരത്തിലും ഉപകാരപ്പെടുകയില്ല എന്നത് റബ്ബെന്തിനാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇത്തരം ഉപമകൾ കാര്യമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.